ഹലോ, എല്ലാവർക്കും നമസ്കാരം. പാറൂസ് പാൻട്രിയിൽ ഇന്നൊരു സദ്യ സ്പെഷ്യൽ കറിയാണ്, അതായത് പൈനാപ്പിൾ പച്ചടി. നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് ഇത്. കുഞ്ഞു മക്കൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മളിന്നിവിടെ ചെയ്യുന്നത്. നല്ല മണവും രുചിയുമുള്ള ഈ കറി എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പാറൂസ് പാൻട്രി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ബാക്കിയുള്ള വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടും. അപ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പച്ചടി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. വെൽക്കം ടു പാറൂസ് പാൻട്രി. ഇതൊക്കെയാണ് പൈനാപ്പിൾ പച്ചടിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം. അപ്പോൾ ഓരോ സെക്ഷനായിട്ട് ഞാനൊന്ന് പരിചയപ്പെടുത്താം. ആദ്യം ഞാൻ പറയുന്നത് പൈനാപ്പിൾ കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ 1.5 കപ്പ് പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞ് ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ്. പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞതാണ്. അപ്പം ഇതിനനുസരിച്ച് ഇത് പൈനാപ്പിളിൻ്റെ എമൗണ്ട് കൂടുതലനുസരിച്ച് നിങ്ങൾക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും വേരി ചെയ്യിക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ പൈനാപ്പിളിൻ്റെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഷുഗർ ചേർക്കാം. ഷുഗറോ ജാഗരിയോ ബ്രൗൺ ഷുഗറോ എന്താ വെച്ചാൽ ചേർക്കാം. ഞാൻ 1 ടീസ്പൂൺ ഷുഗറാണ് ഇടുന്നത്. പിന്നെ ഉപ്പ്, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഇനി അരപ്പിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 3/4 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ കടുകും ചെറിയ ജീരകവും ഞാൻ കുറച്ച് ഒരു ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ മൊത്തം ചേർക്കുന്നില്ല. പിന്നെ കുറച്ച് ചെറുള്ളിയും, ഇത്രയാണ് അരയ്ക്കാൻ. അപ്പോൾ ഇത് നമ്മൾ നല്ലതായിട്ട് അരച്ചെടുക്കണം. പിന്നെ ഞാൻ 2 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് അരപ്പിൻ്റെ കൂടിയിട്ട് വേവിക്കാനാണ്. പിന്നെ കടുക് വറക്കാനുള്ളത് 2 വറ്റൽമുളക്, 1 ടീസ്പൂൺ കടുക്, ഇത്തിരി കറിവേപ്പില. പിന്നെ കടുക് വറക്കുമ്പോൾ ഒരു നുള്ള ഉലുവാപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കടുക് പൊട്ടിച്ച ശേഷം ഒരു നുള്ള കായപ്പൊടി, ഇതിപ്പോൾ കാണിക്കുന്ന കായപ്പൊടി കേട്ടോ, കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും നിങ്ങൾ ചേർക്കണം, നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനി തൈര് എടുക്കുന്നുണ്ട്. തൈര് 1/2 കപ്പ് എടുത്ത് ഞാൻ ഉടച്ച് വെച്ചതാണ്. ഇതൊരു 3/4 കപ്പ് ഉണ്ട്. ഇത് നമുക്ക് പുളിക്കനുസരിച്ച് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇത്രയാണ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ചെയ്യേണ്ടത് നമ്മൾ കൈതച്ചക്ക ഒന്ന് വേവിക്കുക എന്നുള്ളതാണ്. അപ്പം കൈതച്ചക്ക ഇട്ട് കൊടുത്തിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഷുഗറും ഉപ്പും ഇത്ര ഇട്ടിട്ട് നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം ഇതിൻ്റെ കൂടെ ഈ പൊടികളെല്ലാം ഇട്ടിട്ട് ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്താണ് നമ്മളിതൊന്ന് വേവിക്കുന്നത്. ഒരുപാട് വെള്ളം വേണമെന്നില്ല, കൈതച്ചക്കയിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പം ഇത്തിരി വെള്ളം കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ഇളക്കി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കണം. കൈതച്ചക്ക സോഫ്റ്റാണ്, അപ്പം അടുപ്പിൽ വെച്ച് പെട്ടെന്ന് വേവും എന്ന് തോന്നുന്നുണ്ടാകും. പക്ഷേ അങ്ങനെയല്ല, കൈതച്ചക്കയ്ക്ക് ഇത്തിരി വേവാൻ സമയം വേണം. ഇപ്പം ഞാനിവിടെ എടുത്തേക്കുന്നതാണെങ്കിൽ എനിക്ക് 5 വിസിൽ എടുക്കേണ്ടി വന്നു. അപ്പം മിനിമം നിങ്ങൾക്കൊരു 3 തൊട്ട് 5 വിസിൽ വരെ അടിക്കേണ്ടി വരും ഇതൊന്ന് വേവാനായിട്ട്. അപ്പം അതിനനുസരിച്ച് നിങ്ങളുടെയിലുള്ള കൈതച്ചക്കയുടെ വേവിനനുസരിച്ച് അത് ബാലൻസ് ചെയ്യുക. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. അപ്പം അരപ്പിനായിട്ട് ഞാൻ എടുത്തു വെച്ച തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു നുള്ള ജീരകമേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഒരുപാടായാൽ ജീരകത്തിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ ചെറുള്ളിയും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. ജീരകവും തേങ്ങയൊക്കെ നിങ്ങൾ ഒരുപാട് എടുക്കേണ്ട. തേങ്ങയാണെങ്കിൽ 1.5 കപ്പിന് 3/4 കപ്പേ ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം ജീരകവും തേങ്ങയൊക്കെ കൂടിപ്പോയാലില്ലേ നമ്മൾ ചാറുകറി വെക്കത്തില്ലേ, തേങ്ങ അരച്ച് ചാറുകറി വെക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റായി പോകും. അപ്പം പൈനാപ്പിൾ ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കണമല്ലോ. അപ്പം ഇത്രയും തേങ്ങ എടുത്താൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഒരു മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നല്ല പട്ടുപോലെ അരഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്രയൊന്ന് അരഞ്ഞ ശേഷമാണ് നമ്മൾ കടുക് ചേർക്കുന്നത്. കടുകാണെങ്കിൽ നമ്മളൊരു 3/4 ടീസ്പൂൺ കടുകേ ചേർക്കത്തുള്ളൂ. അത്രയും കടുക് ലാസ്റ്റ് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക ചെയ്യാൻ പാടുള്ളൂ. അരയ്ക്കാൻ പാടില്ല, നന്നായിട്ട് അരയ്ക്കാൻ പാടില്ല. അപ്പോൾ കടുകിൻ്റെ ഒരു കയ്പും ഒരു ചൊവയൊക്കെ വരും ഒരുപാട് അരഞ്ഞു പോയാൽ. അപ്പം ഒന്നുകിൽ നിങ്ങൾ ഇങ്ങനെ മിക്സിയിൽ ഇങ്ങനെ നമുക്ക് മിക്സിയിൽ ഈ ലെഫ്റ്റ് സൈഡിലോട്ടൊരു ടേൺ ഉണ്ടല്ലോ, വിപ്പെന്ന് പറഞ്ഞിട്ട്, അതിലോട്ടൊന്ന് ജസ്റ്റ് തിരിച്ചാൽ മതി. ഒന്ന് കറക്കിയിട്ട് പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് ഈ വിപ്പ് കണ്ടോ, ഇങ്ങനെ ഒന്ന് ടേൺ ചെയ്തെടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്തതേ ഉള്ളൂ. അപ്പം അത്രയും മതി. അത്രയും ആയപ്പോഴത്തേക്ക് കടുക് അത്യാവശ്യം ഒന്ന് പൊടിഞ്ഞിട്ടുണ്ടായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കുന്ന ഒരു ഇടികല്ലില്ലേ, അത് വെച്ചിട്ടോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ റോളർ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുകയോ അങ്ങനെ അത്രയൊന്നും ചെയ്താൽ മതി. അപ്പോഴത്തേക്കും അത് പൊടിഞ്ഞോളും. അപ്പോൾ അരപ്പ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് പൈനാപ്പിൾ റെഡിയായിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതിപ്പം കുക്കർ ഒന്ന് തണുത്തിട്ടൊക്കെ ഉണ്ട്. ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കി, ഇതാ കണ്ടോ, പൈനാപ്പിൾ റെഡിയായിട്ടുണ്ട്. കാണുമ്പോഴേ അറിയാം അത്യാവശ്യം കുക്കായിട്ടുണ്ട്.
അപ്പോൾ ഞാനിതിപ്പം ഒന്നൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ, തവി വെച്ചിട്ട്. എല്ലാം അല്ല, കുറച്ചൊന്ന് പീസൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. എല്ലാം ഇങ്ങനെ ഓരോന്നോരോന്ന് പീസായിട്ട് കിടക്കാതെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല പഴുത്ത പൈനാപ്പിൾ ആണെങ്കിൽ ഈ സമയത്ത് നന്നായിട്ടൊന്ന് ഉടയും. അപ്പം അങ്ങനെ അല്ലെങ്കിൽ ഒന്ന് ഉടച്ചെടുക്കുക. എന്നിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി അരപ്പൊന്ന് വേവിക്കണ്ടേ, അതിനായിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയതാണ്. അപ്പോൾ ഈ സമയത്താണ് ഞാൻ പച്ചമുളക് ചേർക്കുന്നത്. അതായത് കുക്കറിൽ വേവിക്കുമ്പോഴോ മിക്സിയിൽ അരയ്ക്കുമ്പോഴോ ഞാൻ പച്ചമുളക് ചേർക്കത്തില്ല. കാരണം ആ പച്ചമുളകിൻ്റെ ടേസ്റ്റ് മാറും. കാരണം അരഞ്ഞ് കഴിയുമ്പം വേറൊരു ടേസ്റ്റ് അല്ലേ. അപ്പം ഈ സമയത്താണ് ഞാൻ ചേർക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് ഞെവിടിച്ച് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഈ സമയത്ത് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കണം. അരപ്പ് ചേർത്ത് വെച്ചിട്ട് ഒന്ന് വേവിക്കണം. അതായത് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മതി. കാരണം തേങ്ങ ഒരുപാടങ്ങിട്ട് വേവിക്കണ്ട. അപ്പം ഈ പൈനാപ്പിളിൻ്റെ ആ ഗ്രേവിയും തേങ്ങയും ഒക്കെ സെപ്പറേറ്റ് ആയിപ്പോവും ഒരുപാട് വേവിച്ചാൽ. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചിട്ട്, ഗ്രേവി ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. കാരണം ഗ്രേവിയൊക്കെ ചേർത്തല്ലേ. ഉപ്പൊക്കെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് വേവിക്കാം. ഇതാ അരപ്പ് വെന്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അരപ്പും പൈനാപ്പിളിൻ്റെ ഗ്രേവിയൊക്കെ ഒന്നും സെപ്പറേറ്റ് ആവാതെ നല്ല കറക്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ജസ്റ്റ് ഒന്ന് ചൂട് കുറച്ചൊന്ന് കുറയാനാണ്. കാരണം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാനാണ്. അപ്പോൾ ഒന്ന് ചൂട് കുറയട്ടെ. അതായിപ്പം ചൂടൊക്കെ ഇത്തിരി ഒന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒത്തിരി പുളി കുറഞ്ഞ തൈരും നമുക്ക് പച്ചടിക്ക് അത്ര കൊള്ളൂല. അപ്പോൾ ഇത്തിരി ഒരു പുളി വേണം. എന്നാലും നമ്മൾ പുളി ഒരുപാട് കൂടി പോകാതെ വേണം ചേർക്കാൻ. അപ്പോൾ ഞാൻ കുറച്ച് ചേർത്തിട്ടൊന്ന് ഇളക്കിയിട്ടൊന്ന് നോക്കുന്നുണ്ട്. അപ്പം എനിക്കൊരു ഇത്തിരി കൂടെ വേണമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത്തിരി കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു അരക്കപ്പ് തൈരാണ് ഉടച്ചെടുത്തത്. അപ്പോൾ ഇത്തിരി ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് നമ്മുടെ കൈതച്ചക്കയുടെയൊക്കെ പുളിക്കനുസരിച്ചാണ് നമ്മൾ ഈ തൈര് ഒഴിച്ച് പിന്നെ ഒന്ന് ബാലൻസ് ചെയ്യുന്നത്. അപ്പം അതിനനുസരിച്ച് ചേർത്താൽ മതി. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്തായാലും തൈര് ചേർത്തുകൊണ്ട് ഉപ്പ് വേണ്ടി വരും. ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി നോക്കുക. ഉപ്പും പുളിയും ഒക്കെ കറക്റ്റാണോ നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ അരപ്പ് വേവിച്ചിട്ടു, തൈര് ഒഴിച്ചു. ഇനി വേണ്ടത് നമുക്ക് കടു വറുത്ത് ചേർക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഇനി നമുക്ക് കടു വറക്കാം. ഇതവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ കടു വറക്കാനായിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പാത്രം ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനൊരു 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുക് പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഇത്തിരി കറിവേപ്പിലയും ഒരു 2-3 വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്തോളൂ കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കണേ. ചൂടാക്കിയിട്ട് വറ്റൽമുളക് കരിഞ്ഞു പോകുന്നതിന് മുമ്പ് തീ ഓഫ് ചെയ്യുക. തീ ഓഫാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു നുള്ള് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത് നിങ്ങൾ എന്തായാലും ചേർത്ത് കൊടുക്കണം. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഉലുവാപ്പൊടി ചേർത്ത് കഴിഞ്ഞതോടെ നമുക്കിത് നേരെ കടുക് വറുത്തത് ഇതിനകത്തോട്ട് ഒഴിക്കാം, നമ്മുടെ പച്ചടിക്കകത്തോട്ട്. എന്നിട്ട് ഒരു നുള്ള് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. വളരെ കുറച്ച് കായപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉലുവാപ്പൊടിയും കായപ്പൊടിയും നിങ്ങൾ മിക്സ് ചെയ്യരുത്. ഇത് രണ്ടും ഇതിനകത്ത് ചേർത്തിട്ട് കടുക് വറുത്തതുകൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിൽ വേറെ ഒട്ടും തന്നെ വെളിച്ചെണ്ണയൊന്നും നമ്മൾ ചേർക്കുന്നില്ലല്ലോ വേറെ. അപ്പോൾ ഈ കടുക് വറുത്തത് ഇതിനകത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. എല്ലായിടത്തും എത്തത്തക്ക രീതിയിൽ ഈ ഓയിലും ഈ കടുക് വറുത്തത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അപ്പോൾ ഇത്ര ആയപ്പോഴത്തേക്ക് പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ മുമ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻസ് പറയണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പൈനാപ്പിൾ പച്ചടിയാണ്. ഇനി സദ്യക്കൊക്കെ പൈനാപ്പിൾ പച്ചടി വെക്കുമ്പോൾ ഇതുപോലൊന്ന് വെച്ച് നോക്കിക്കോളൂ. എല്ലാം കൊണ്ടും കറക്റ്റാണ്. കളറാണെങ്കിലും ടേസ്റ്റ് ആണെങ്കിലും ഒക്കെ വളരെ നല്ലതാണ്. പൈനാപ്പിൾ എപ്പോഴൊന്നും കിട്ടില്ലായിരിക്കും. എന്നാലും നാട്ടിലൊക്കെ മിക്ക ആൾക്കാരുടെയും വീടുകളിലൊക്കെ കൃഷിയൊക്കെ ഉണ്ട്. 1-2 മൂടൊക്കെ ആണെങ്കിലും മിക്കവാറും വീട്ടിൽ കാണും. അപ്പം നിങ്ങൾക്ക് അത് അവൈലബിൾ ആകുമ്പോൾ ഇതൊന്ന് ചെയ്തുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് കമൻസ് പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീണ്ടും കാണാം പാറൂസ് പാൻട്രിയിൽ മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.